അടുത്ത തെരഞ്ഞെടുപ്പിൽ 4 വോട്ട് സ്വന്തമാക്കാമെന്ന് സ്വപ്നം കണ്ട BJP സംസ്ഥാന പ്രസിഡന്റ് ഇപ്പോൾ എല്ലാം കൈവിട്ടുപോയ അവസ്ഥയാണ്. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീമാരുടെ ജയിൽ മോചനം വൈകുമ്പോൾ പ്രതിസന്ധിയിലായത് കേരളത്തിലെ BJP നേതൃത്വമാണ്. കേരളത്തിലെ സഭകളുടെ പ്രതിഷേധത്തിന്റെ ചൂട് രാജീവ് ചന്ദ്രശേഖർ തിരിച്ചറിഞ്ഞു. സഭയെ ഒന്ന് മയപ്പെടുത്താൻ കന്യാസ്ത്രീമാർ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ കുറ്റസമ്മതം നടത്തി നോക്കി. മോചനത്തിനായി ഇടപെടുമെന്നും അറിയിച്ചു. പക്ഷേ അതുകൊണ്ടൊന്നും ഗുണമുണ്ടായില്ല. മാത്രമല്ല, BJP സർക്കാർ ഭരിക്കുന്ന ഛത്തീസ്ഗഡിൽ ഇന്നും കോടതി കന്യാസ്ത്രീമാരുടെ ജാമ്യ ഹർജി പരിഗണിച്ചില്ല. കൂടാതെ കേസ് പുതിയ തലങ്ങളിലേക്ക് പോകുന്ന അവസ്ഥയാണിപ്പോൾ. ഇനി NIA കോടതിയിലായിരിക്കും കേസ് പരിഗണിക്കുക. കന്യാസ്ത്രീമാരുടെ മോചനം വൈകുന്ന ഓരോ നിമിഷവും അപകടത്തിലാകുമെന്ന് കേരള BJP നേതൃത്വം തിരിച്ചറിയുന്നുണ്ട്. അടുത്ത തെരഞ്ഞെടുപ്പിൽ കുറച്ച് സീറ്റ് പിടിക്കാമെന്ന് സ്വപ്നം കാണുന്ന കേരളത്തിലെ BJPയുടെ രാഷ്ട്രീയ മോഹങ്ങളുടെ കടക്കൽ കത്തിവെച്ചിരിക്കുകയാണ് ഛത്തീസ്ഗഡിലെ BJP സർക്കാർ. മതപരിവർത്തന നിരോധന നിയമം ആയുധമാക്കിയാണ് ക്രൈസ്തവ പുരോഹിതർക്കും കന്യാസ്ത്രീമാർക്കുമെതിരെ അതിക്രമം നടക്കുന്നത്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഇത് കൂടുതലും നടക്കുന്നതെന്ന ഡാറ്റകൾ പുറത്തു വരുന്നുണ്ട്. തങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന ഡാറ്റകൾ പ്രചരിപ്പിക്കപ്പെടുന്നത് അപകടമാണെന്ന തിരിച്ചറിവ് അവർക്കുണ്ട്. കന്യാസ്ത്രീമാരിൽ ചുമത്തപ്പെട്ട കുറ്റങ്ങൾ നടത്തിയിട്ടില്ലെന്ന് കേരളത്തിലെ BJP ആവർത്തിക്കുന്നു. മറുവശത്ത് കന്യാസ്ത്രീമാർ മതപരിവർത്തനവും മനുഷ്യക്കടത്തും നടത്തിയെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി. ബജ്രംഗ് ദളിന്റെ പരാതിയെ തുടർന്നാണ് കന്യാസ്ത്രീമാരുടെ അറസ്റ്റ് നടന്നത്. കേസ് ബിലാസ്പൂർ NIA കോടതിയിലേക്ക് മാറ്റിയ നടപടിയിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് ബജ്രംഗ് ദൾ പ്രവർത്തകർ കോടതിക്ക് മുന്നിലെത്തിയത് സംഭവത്തിന്റെ ഗൗരവം വ്യക്തമാക്കുന്നതാണ്. പോലീസ് നോക്കി നിൽക്കുമ്പോൾ വെല്ലുവിളി ഉയർത്തുന്നതിന് സമാനമായ ആഘോഷമാണ് നടത്തിയത്. പ്രശ്നത്തിൽ ഇടപെടാൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുമായും ആഭ്യന്തരമന്ത്രിയുമായും ചർച്ച നടത്തിയിരുന്നു. എന്നാൽ ഇന്നും ജാമ്യാപേക്ഷ തള്ളിയതോടെ ആ ചർച്ച കേവലം നാടകമായിരുന്നുവെന്ന വിലയിരുത്തലാണ് ക്രൈസ്തവർക്കിടയിലുള്ളത്. പ്രശ്നപരിഹാരത്തിന് BJPക്ക് മാത്രമേ സാധിക്കൂ എന്നായിരുന്നു അനൂപിന്റെ അവകാശവാദം. ഇത് പൊള്ളയായെന്ന് ക്രൈസ്തവർ തിരിച്ചറിയുന്നുണ്ട്. അതേസമയം കേരളത്തിൽ ക്രൈസ്തവ സഭകൾ പ്രതിഷേധം കടുപ്പിക്കുകയാണ്. പ്രതിഷേധം തെരുവിലിറങ്ങി തുടങ്ങി. വിവിധ രൂപതകൾ പ്രതിഷേധം തുടരുകയാണ്. പള്ളികൾ കേന്ദ്രീകരിച്ചും തെരുവുകളിലും നടക്കുന്ന പ്രതിഷേധങ്ങളിൽ കന്യാസ്ത്രീമാരും പുരോഹിതരും ഇടവകാംഗങ്ങളും കൂട്ടമായി പങ്കെടുക്കുന്നുണ്ട്. ക്രൈസ്തവർക്കെതിരെ BJP ഭരണത്തിൽ തുടർച്ചയായ അതിക്രമങ്ങൾ നടക്കുന്നതിൽ അവരെല്ലാവരും അസ്വസ്ഥരാണ്. കേരളത്തിൽ അരമനകൾ കയറിയിറങ്ങി കേക്കുകൾ വിതരണം ചെയ്യുന്നവരുടെ തനി നിറം വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് വ്യക്തമാകുന്നതെന്ന തിരിച്ചറിവാണ് ഇന്ന് ക്രൈസ്തവർക്കുള്ളത്. കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി MP ക്രൈസ്തവരോട് അടുപ്പമുണ്ടെന്ന് കാട്ടുന്നയാളാണ്. അതിനായി പള്ളികളിൽ നേർച്ചകളും നടത്താറുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ സുരേഷ് ഗോപിയുടെ ഇടപെടൽ ഇല്ലാത്തതിലും പ്രതിഷേധമുണ്ട്. മറ്റൊരു കേന്ദ്രമന്ത്രിയായ ജോർജ് കുര്യനിലും അവരുടെ പ്രതീക്ഷ നഷ്ടമായി. കേരളത്തിലെ ക്രൈസ്തവ സഭയെയും അംഗങ്ങളെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടിയായിരുന്നു ജോർജ് കുര്യനെ കേന്ദ്രമന്ത്രിയാക്കിയത്. കേരളത്തിൽ ക്രൈസ്തവർക്കിടയിൽ BJPക്ക് വേരുറപ്പിക്കാൻ ക്രൈസ്തവനായ ജോർജ് കുര്യനെ മന്ത്രിയാക്കുന്നതിലൂടെ കഴിയും എന്നായിരുന്നു പ്രതീക്ഷ. പല ജില്ലകളിലും BJP ക്രൈസ്തവരെ പ്രധാന സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഇതിലൂടെ ന്യൂനപക്ഷ വിരുദ്ധരെന്ന പ്രതിച്ഛായ മാറ്റിയെടുക്കാമെന്നായിരുന്നു അവർ കരുതിയിരുന്നത്. എന്നാൽ ഇവിടെ തലോടലും മറ്റ് സംസ്ഥാനങ്ങളിൽ തല്ലലുമെന്ന വിധത്തിലാണ് കാര്യങ്ങളെന്ന് ക്രൈസ്തവർ 2 മലയാളി കന്യാസ്ത്രീമാരുടെ അറസ്റ്റോടെ മനസ്സിലാക്കി കഴിഞ്ഞു. ക്രൈസ്തവർക്കെതിരെ ഭാരതത്തിൽ നടക്കുന്ന വിവേചനത്തിന്റെ പ്രതീകമാണ് ജയിലിലടയ്ക്കപ്പെട്ട കന്യാസ്ത്രീമാരെന്നാണ് കാത്തലിക് ബിഷപ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പ്രസിഡന്റും തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പുമായ മാർ ആൻഡ്രൂസ് താഴത്ത് പ്രഖ്യാപിച്ചത്.
കന്യാസ്ത്രീ വസ്ത്രം ധരിച്ച് ഇന്ത്യയിൽ യാത്ര ചെയ്യാൻ കഴിയുന്നില്ല എന്ന സത്യം കൂടി അദ്ദേഹം തുറന്നു കാണിക്കുന്നു. ക്രിസ്ത്യാനികളെ ജീവിക്കാൻ അനുവദിക്കണമെന്ന അപേക്ഷ കൂടി മാർത്താഴത്ത് തൃശൂർ നഗരത്തിൽ അതിരൂപത നടത്തിയ പ്രതിഷേധ പൊതുയോഗത്തിൽ മുന്നോട്ട് വെക്കുന്നു. കാര്യങ്ങൾ അതീവ ഗുരുതരമാണെന്ന സത്യം ക്രൈസ്തവ സഭകൾ തിരിച്ചറിഞ്ഞതിന്റെ സൂചനയാണ് ഇത്തരം പ്രതികരണങ്ങൾ. കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിലും പരസ്യമായ വിമർശനമാണ് BJPക്കെതിരെ ഉന്നയിക്കുന്നത്. BJP നേതാക്കളുടെ ബിഷപ്പ് ഹൗസ് സന്ദർശനത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ അത് പ്രവർത്തനത്തിൽ കാണിക്കണമെന്നാണ് KCBC ആവശ്യപ്പെടുന്നത്. വിഷയത്തിൽ സത്യസന്ധമായി ഇടപെടാനാണെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഒരു ഫോൺ കോളിൽ തീർക്കാവുന്ന പ്രശ്നമാണ് നീട്ടിക്കൊണ്ടുപോകുന്നതെന്നാണ് വക്താവ് ഫാദർ തോമസ് തറയിൽ ആവശ്യപ്പെട്ടത്. കർദിനാൾ ക്ലിമ്മിസ് കത്തോലിക്ക ഭാവയും രൂക്ഷമായാണ് പ്രതികരിക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ അടിസ്ഥാനമാക്കിയാണ് BJPയോട് ഭാവിയിൽ ചങ്ങാത്തമെന്ന വ്യക്തമായ സൂചനയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ നൽകുന്നത്. നീതി ലഭിക്കാതെ വരുമ്പോൾ എങ്ങനെയാണ് ചങ്ങാത്തമെന്നാണ് ക്ലിമ്മിസ് ബാവ ചോദിച്ചത്. ചായ കുടിക്കൽ പിന്നീടാവാം, ആദ്യം കന്യാസ്ത്രീകൾക്ക് നീതി ലഭിക്കണമെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ BJPയുടെ കപട ക്രൈസ്തവ സ്നേഹത്തിനുള്ള താക്കീതാണെന്നതിൽ സംശയമില്ല. വരും മണിക്കൂറുകൾ ഏറെ നിർണായകമാണ്. അടുത്ത ദിവസങ്ങളിൽ NIA കോടതി കേസ് പരിഗണിക്കുമ്പോൾ കന്യാസ്ത്രീമാർക്ക് ജാമ്യം ലഭിക്കണമെന്ന ആവശ്യത്തിനപ്പുറം ഒന്നും ക്രൈസ്തവ സഭകൾ ആവശ്യപ്പെടുന്നില്ല. അത് സംഭവിച്ചില്ലെങ്കിൽ കേരളത്തിൽ ക്രൈസ്തവരെ കൂടെ നിർത്താമെന്ന BJP ദേശീയ സംസ്ഥാന നേതാക്കളുടെ മോഹം മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമായി അവശേഷിക്കുമെന്ന് ഉറപ്പാണ്.